വ്യക്തി ജീവിതത്തിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യുന്നതിലും സമ്പത്ത് സൃഷ്ടിക്കുന്നതിലും നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒരു വ്യക്തിത്വമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. വളരെ ദൈർഘ്യം നിറഞ്ഞ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നും പ്രശസ്തിയുടെയും കായിക ലോകത്തിന്റെ കിരീടം വെക്കാത്ത രാജാവ് എന്ന പദവിയിലേക്കും സമ്പൽ സമൃദ്ധമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിലും ഒരു മാതൃകാ മനുഷ്യൻ എന്ന രീതിയിൽ പോലും അദ്ദേഹം വിജയിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ സമ്പന്നമായ ജീവിതം സൃഷ്ടിക്കുന്നതിൽ സഹായിച്ചത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന്റെ പാഷൻ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം ഏത് കരിയർ മേഖലയിലാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് വളരെ നേരത്തെ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞു. അതിനനുസരിച്ച് വേണ്ട നൈപുണ്യങ്ങൾ, സ്കിൽസ് അതൊക്കെ ഡെവലപ്പ് ചെയ്യാനും ആ മേഖലയിലേക്കുള്ള ഒരു കരിയർ പ്ലാൻ എന്തായിരിക്കണം, ഭാവിയിൽ ഞാൻ എന്തായിരിക്കണം ആ മേഖലയിൽ നിന്ന് കൃത്യമായ ഒരു വിഷനും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ പിന്നീടുള്ള കരിയർ ഗ്രോത്തിന് വളരെയധികം സഹായിച്ചു. അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അദ്ദേഹം വിവിധ ക്ലബ്ബുകളിലൂടെയും ഇന്റർനാഷണൽ ഫുട്ബോൾ മത്സരങ്ങളിലൂടെയും അദ്ദേഹത്തിന് കരിയർ ബിൽഡ് ചെയ്തു. രണ്ട്, ഇങ്ങനെ ഉണ്ടാക്കിയ കരിയർ ഗ്രോത്തിലൂടെ ഉണ്ടാക്കിയ പ്രൊഫഷണൽ പ്രശസ്തി, അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ എന്നുള്ള പേരിലുള്ള ബ്രാൻഡ് നെയിമിനെ അദ്ദേഹം അടുത്ത ലെവലിലേക്ക് കൂടി ഉയർത്തി. അദ്ദേഹം CR7 എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് നെയിമിൽ അദ്ദേഹത്തിന്റെ ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങുകയും ചെയ്തു. CR7 എന്ന് പറഞ്ഞ ബ്രാൻഡ് ഹയർ കോസ്റ്റ് വരുന്ന, അതായത് പ്രീമിയം പ്രൊഡക്റ്റുകളാണ് സെല് ചെയ്യുന്നത്. ഉയർന്ന വിലയ്ക്കുള്ള പെർഫ്യൂംസ്, ഉയർന്ന വിലയ്ക്കുള്ള ഡ്രസ്സുകൾ, ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ടുള്ള വിവിധ തരം ഉൽപ്പന്നങ്ങൾ, അങ്ങനെ വിവിധ കാറ്റഗറിയിൽപ്പെട്ട ഉൽപ്പന്നങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ, ജീവിത ശൈലിയുടെ ഭാഗമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അദ്ദേഹത്തിന്റെ CR7 എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്ന് അദ്ദേഹത്തിന് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞു. സാധാരണ ഒരു ഫുട്ബോൾ താരത്തിന്റെ ഒരു കരിയർ ഒരു ഫുട്ബോൾ കഴിയുന്നതോടുകൂടി അവസാനിക്കും. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ബ്രാൻഡിനെ എന്നത്തേക്ക് നിലനിർത്തുവാൻ വേണ്ടി ആ CR7 എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്ത് അതിന്റെ മേലെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഒരു മാർക്കറ്റ് ഇദ്ദേഹത്തിന്റെ അവസരത്തിനനുസരിച്ച് ഉപയോഗിക്കുവാൻ കഴിയും. ഇത് നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണ്. നമ്മൾക്ക് ബ്രാൻഡുകൾ സൃഷ്ടിക്കാൻ കഴിയണം. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആദ്യം ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ബിൽഡ് ചെയ്യേണ്ട കാര്യമാണ് അതിന് ഒരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കുക എന്നുള്ളത്. ഈ ബ്രാൻഡ് നെയിം ഉണ്ടാക്കുന്നത് ഒരു വെൽത്ത് ക്രിയേഷൻ ടൂൾ ആയിട്ട് മാറും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുമായിട്ട് ഇമോഷൻസ് ബ്രാൻഡുമായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് പെപ്സി, കൊക്കോകോള, ആപ്പിൾ, വിൻഡോസ്, നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ബ്രിട്ടാനിയ, അമൂൽ, ഇതൊക്കെ റിലയൻസ്, ഇതൊക്കെ ബ്രാൻഡുകളായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതേപോലെ ബ്രാൻഡുകൾ സൃഷ്ടിക്കുവാനും അതിനനുസരിച്ചിട്ട് നമ്മുടെ ജീവിതത്തിലെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാനും നമുക്ക് കഴിയണം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ജീവിതത്തിൽ ഒരു മാതൃകയാക്കി എടുക്കാൻ പറ്റുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ ഇത്തരം ശീലങ്ങളും സമ്പത്ത് സൃഷ്ടിക്കുകയും മണി മാനേജ് ചെയ്യുകയും ഒരു പ്രൊഫഷണൽ ആയിട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന് ഏറ്റവും നല്ല മാതൃകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും.